പാർലമെന്റ് സുരക്ഷാ വീഴ്ച ബി.ജെ.പി. ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ മാത്രം കുറ്റമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പുതിയ പാർലമെന്റ് നിർമ്മിക്കുക മാത്രമാണ് ഉത്തരവാദിത്തമെന്ന നിലയിലാണ് ബി.ജെ.പിയുടെ പെരുമാറ്റം. സുരക്ഷാ വീഴ്ചയ്ക്ക് തങ്ങൾ ഉത്തരവാദികളല്ലെന്ന് പറഞ്ഞ് ബി.ജെ.പി. കൈകഴുകുമ്പോൾ പ്രതിപക്ഷം പക്ഷേ വിടാൻ ഒരുക്കമല്ല. സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധത്തിന് തിരികൊളുത്തുമെന്നുമെല്ലാം പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുമുണ്ട്. കേന്ദ്രമന്ത്രിമാരുടെ യോഗം വിളിച്ച പ്രധാനമന്ത്രി യോഗത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നും സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അമിത്ഷായും സുരക്ഷാ വീഴ്ച സമ്മതിക്കുന്നുമുണ്ട്. അതും കേന്ദ്രമന്ത്രിമാരുടെ യോഗത്തിൽ ആണെന്ന് മാത്രം. പാർലമെന്റിനകത്ത് കടന്നുകൂടിയവരിൽ ഒരു മുസ്ലിം മതവിശ്വാസി പോലും ഇല്ല എന്നതാണ് ബി.ജെ.പിയെ വിഷയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഏക ഘടകം. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആയുധമായി പാർലമെന്റ് ആക്രമണം മാറ്റുവാനുള്ള ബി.ജെ.പി. സംഘപരിവാർ ശക്തികളുടെ താല്പര്യം മുളയിലെ തന്നെ കരിഞ്ഞുപോയിരുന്നു. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ ശബ്ദമുയർത്തിയതോടെ നേരത്തെ തന്നെ പ്രതിപക്ഷ എം.പിമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരുന്നു. സസ്പെൻഷനുമായി സഭയ്ക്ക് പുറത്ത് പ്രതിഷേധിച്ച എം.പിമാർക്ക് കൂടുതൽ വിലക്കുകളാണ് കേന്ദ്ര സർക്കാർ സമ്മാനമായി നൽകിയത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട എം.പിമാർ പാർലമെന്റ് ചേംബർ, ലോബി, ഗാലറി എന്നിവിടങ്ങളിൽ പ്രവേശിക്കുന്നതിനും അടിയന്തരമായി വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമായി കഴിഞ്ഞ 2 ദിവസത്തിനിടെ 141 എം.പിമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ എം.പിമാർ പ്രതിഷേധിച്ചത്. സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിശദീകരണം നൽകില്ലെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. സംഭവത്തിൽ ലോക്സഭാ സ്പീക്കർ വിശദീകരണം നൽകിയിട്ടുണ്ടെന്നും കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ നിലപാട് എടുത്തിരിക്കുന്നത്. ഒരു തവണ വിലക്കിയതിന് പിന്നാലെ ആ വിലക്കിന് മുകളിൽ കൂടുതൽ വിലക്ക് ഏർപ്പെടുത്തുന്നത് വഴി അമിത്ഷാ പ്രതിപക്ഷ എം.പിമാരെ എത്രമാത്രം ഭയക്കുന്നുണ്ട് എന്നതിന് തെളിവും പുറത്തു വന്നിരിക്കുകയാണ്. അമിത്ഷാ പാർലമെന്റിൽ എത്തുന്ന ദിവസം ആ കോമ്പൗണ്ടിൽ പോലും നിങ്ങൾ കാല് കുത്തരുത് എന്നതാണ് പാർലമെന്റ് അച്ചടക്ക സമിതി എം.പിമാരെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ തന്നെ ഇത് അപൂർവമായ സംഭവമായിട്ടാണ് വിലയിരുത്തുന്നത്. നേരത്തെ എത്ര ബഹളമുണ്ടായാലും പ്രതിപക്ഷത്തെ കേൾക്കാൻ മനസ്സുണ്ടായിരുന്നവർ ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്. അച്ചടക്കത്തിന്റെ സർവ്വസീമകളും ലംഘിക്കുമ്പോൾ മാത്രമായിരുന്നു എം.പിമാരെ സസ്പെൻഡ് ചെയ്തിരുന്നത്. ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ എം.പിമാർ ഉച്ചത്തിലൊന്ന് ചുമച്ചാൽ പോലും സസ്പെൻഷൻ എഴുതി കയ്യിൽ കൊടുക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. എന്തായാലും പുറത്താക്കിയാലും പറഞ്ഞു വിട്ടാലും നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന് 141 എം.പിമാരും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്.